അങ്ങനെ ഞങ്ങളുടെ മണിക്കുട്ടി ഇതാ പ്രസവിച്ചു കേട്ടോ. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവളിതാ ഞങ്ങളുടെ കാർ പോർച്ചിൽ തന്നെ പ്രസവിച്ചത്. കാറിൻ്റെ ബോണറ്റിൻ്റെ അടിയിലാണ്, ചുമരും കാറും തമ്മിലുള്ള ഗ്യാപ്പിൽ പ്രസവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എണിച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് അറിയില്ല. ഇതിൽ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ, 2-3 കുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണുന്നുണ്ട്. ഒക്കെ ബ്ലാക്കാണ് കാണുന്നത്, കണ്ടില്ലേ? അവൾ മുഖം മാറ്റിയാലേ കാണാൻ ശരിക്കും പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ 2-3 കുഞ്ഞുങ്ങളെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, ചെറിയ ഒച്ചയും കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ പ്രസവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി കുട്ടികളുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇതാ ഒരു കുട്ടിയുടെ കാല് ഒക്കെ കാണുന്നുണ്ട് അവിടെ. ഇപ്പം 4 കുട്ടികളെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. 4 കുട്ടികളായിട്ടുണ്ട് ഇവിടെ. ഇനി കുട്ടികൾ വരാനുണ്ടെന്ന് തോന്നുന്നു. കണ്ണ് ഇതാ ചെറിയ കുട്ടികൾ ഇതാ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ ഉണ്ട്. ഒരാൾ ഇവിടെ കിടക്കുന്നു, ഒരാളിതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. 2 ആൾ അപ്പുറത്ത് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പാലൊക്കെ കുടിച്ചു തുടങ്ങി പെട്ടെന്ന്. ഇതിപ്പോൾ പുറത്തേക്ക് വന്ന ആളാണ്, അവൾ നക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഉക്രപ്പനും കുട്ടൂസും ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അവരിതൊന്നും അറിയുന്നില്ല. അവർക്കിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരൊന്ന് ഉണർന്നുണ്ട്. വീണ്ടും അവർ 2 ആൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അവർ ഈ മണിക്കുട്ടിയുടെ പ്രസവ വേദന ഒന്നും അറിയുന്നില്ല. മണിക്കുട്ടിക്ക് അവിടെ പ്രസവ വേദന, ഇവർക്ക് എന്ത് പ്രസവ വേദന ഒന്നും അറിയാതെ ഇവർ സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. കണ്ടില്ലേ? മണിക്കുട്ടി അവിടെ പ്രസവിച്ചോട്ടെ എന്നുള്ളതാണ്. ഈ കാറിൻ്റെ ആ സൈഡിലാണ് മണിക്കുട്ടി പ്രസവിച്ചിട്ടുള്ളത് കേട്ടോ. ചുമരിനോട് ചേർന്നിട്ട് കാറിൻ്റെ ബോണറ്റിൻ്റെ അടിയിലായിട്ട് അവിടെയാണ് മണിക്കുട്ടി പ്രസവിച്ചിട്ടുള്ളത്. ഇവരിവിടെ ഒന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങണം 2 ആൾ മാന്യന്മാർ. ഇപ്പോൾ അത് 5 കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 5 ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ. അപ്പോൾ അത് 5 ആളും ഒരുമിച്ച് കിടന്നിട്ട് പാല് കുടിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പാല് കുടിക്കുന്നുണ്ട്. പുറത്ത് അപ്പം ശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മഴയുടെ ഇങ്ങനെ ശീതലടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. എന്നാലും അവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നില്ല, കാരണം കാറിൻ്റെ ഒരു മറവൊക്കെ ഉണ്ടല്ലോ അവിടെ. 5 ആളോ 6 ആളോ കൃത്യമായിട്ട് എണ്ണാൻ പറ്റുന്നില്ല. 5-6 ആളുണ്ട്. കാല് കുഞ്ഞിക്കാലുകളും നഖങ്ങളൊക്കെ കാണുന്നുണ്ട് അവരുടെ. ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കരയുന്നുണ്ട് കുഞ്ഞുങ്ങൾ. ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. മണിക്കുട്ടിയെ ഡീ ഇങ്ങോട്ട് നോക്കിയേ. അവൾ നോക്കുന്നില്ല. അവൾ കുഞ്ഞുങ്ങളെ തന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2, 3, 4, 5 എണ്ണം തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ പൊക്കിൾക്കൊടി എന്നൊക്കെ പറയില്ലേ, അത് കാണുന്നുണ്ട് ഒരാൾക്ക്. കണ്ടില്ലേ? ഇതാ കാണുന്നു. അതിപ്പോൾ ജനിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. മറ്റവരൊക്കെ പാല് കുടിക്കുന്നുണ്ട്. 1, 2, 3, 4, 5 ആൾ കേട്ടോ. എന്താ നോക്കണേ മണിക്കുട്ടിയെ? എന്തുണ്ടയ്യേ? എന്താ സംഭവിച്ചപ്പോൾ മണിക്കുട്ടിയെ? കുറേ കുഞ്ഞുങ്ങളെ കിട്ടിയ നിനക്ക്? അതെയാ ഡീ? ഒരാൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ജനിച്ച ആളാണെന്നുണ്ട്. ചിലവരൊക്കെ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പാല് കുടിക്കുന്നില്ല. ചിലവർ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. കണ്ടില്ല? ആ ലാസ്റ്റുള്ള ആളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുക, പാല് കുടിക്കുകയല്ല. അമ്മയുടെ വയറമ്മ കിടന്ന് ഉറങ്ങുകയാണ്. 2 ആൾ പാല് കുടിക്കുന്നുണ്ട്. ഈ ഇങ്ങേ അറ്റത്തുള്ള പാല് കുടിക്കുമ്പോൾ അവൻ്റെ നാവ് പുറത്തേക്ക് കാണുന്നുണ്ട്, കുഞ്ഞ് നാവ് പുറത്തേക്ക് കാണുന്നുണ്ട് പാല് കുടിക്കുമ്പോൾ. ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ. സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവൾ നോക്കുന്നുണ്ട്, ആരാ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് മണിക്കുട്ടി നോക്കുന്നുണ്ട്. ഇതാ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ജനിച്ചത്. അതാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. പാല് കുടിക്കാനാവും. ആ വഴിക്ക് തന്നെ പോകുന്നത്, അമ്മയുടെ വയറിൻ്റെ സൈഡിലേക്ക് തന്നെ പോകുന്നത്. ആരാ സൗണ്ട് ഉണ്ടാക്കുന്നത്? അവിടെ? അവിടെയൊക്കെ കിടക്കുന്നവർ ഉറങ്ങുകയാണ്. ഇവിടെ ഈ തെറ്റത്തൊക്കെ കിടക്കുന്നവർ പാല് കുടിക്കുന്നുണ്ട്. വീഡിയോ ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.